പ്രാക്ടീസിങ് ഗുഡ് തോട്ട്സ്. എങ്ങനെ നമ്മുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് നല്ല ചിന്തകൾ വെച്ചിട്ടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിൽ ഫോം ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് Sithya. So there is so many content available in this topic in the form of books, podcast, videos, etc. പോരാന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ലൈഫിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറേ പോസിറ്റീവ് അഡ്വൈസസും കിട്ടും. പോസിറ്റീവായിട്ടിരിക്കുക, ലൈക്ക് ബി ചിൽ, പോസിറ്റീവ് വൈബ്സ് ഓൺലി. പക്ഷേ ഐഡിയലിസം കൊണ്ട് മാത്രം എന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. വെൻ ഇറ്റ് കംസ് ടു റിയാലിറ്റി ഒരു കാര്യവും പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ ഇസ് ദാറ്റ് കുറച്ച് തിയറിയാണ് അബൌട്ട് പ്രാക്ടീസിങ് ഗുഡ് തോട്ട്സ്. എന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കാം, ഒരു തരത്തിൽ നെഗറ്റീവ് ഒന്നും അടിക്കരുത്, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും ആർക്കും പറ്റില്ല. നമ്മളാരും പ്രോഗ്രാംഡ് ആയിട്ടുള്ള മെഷീനൊന്നും അല്ലല്ലോ. നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ പല രീതിയിലായിരിക്കും പല കാര്യങ്ങളോടും ലൈഫിൽ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ എന്നും ഈ നെഗറ്റീവ് ആസ്പെക്റ്റോട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം ലൈഫിനെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അതൊന്ന് പോസിറ്റീവിലേക്ക് ആക്കി എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിൽ ഫോം ചെയ്യാനായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബീങ് അവെയർ ഓഫ് അവർ തോട്ട്സ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ്. നമ്മുടെ തോട്ട്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ എന്താണ് ഇതുവരെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുത്തിട്ടുള്ളത്, അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം, അതനുസരിച്ച് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു 3 മണിയാകുമ്പോൾ നിങ്ങൾക്കൊരു കോൾ വരാണ്, നിങ്ങൾക്ക് നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഹാപ്പിയായി നിങ്ങൾ ഫോണൊക്കെ വയ്ക്കുന്നു. പക്ഷേ ഈ ഫോൺ വെച്ചതിന് ശേഷമാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾക്ക് 24 hours പോലും പ്രിപ്പയർ ചെയ്യാനില്ല. നിങ്ങളുടെ മുന്നിൽ വലിയ ക്വസ്റ്റ്യൻ മാർക്ക്, എന്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നോർമലി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നല്ലെങ്കിൽ അവർ തിരിച്ച് വിളിച്ചിട്ട് പറയാം പോസ്റ്റ്പോൺ ചെയ്യണം, എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ജോലിയുടെ കാര്യത്തിൽ തീരുമാനമായിക്കോളും. ചില കമ്പനികളൊക്കെ ആണെങ്കിൽ എക്സ്ക്യൂസ് ചെയ്തിട്ട് ഓക്കെ ഫൈൻ എന്നൊക്കെ പറയും. അല്ലാത്തവർ കാര്യം പോയി. അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ദാറ്റ് നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട്, ഉള്ള ടൈം വെച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതിലേതായാലും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ചിരിക്കും അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നോർമലി ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴേക്കും എന്താണോ ഇത്രയും നാളും നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇത്ര നാളും നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുള്ളത്, അതനുസരിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ എന്നും നെഗറ്റീവ് അടിച്ച് എല്ലാ കാര്യങ്ങളും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പം തന്നെ കോൺഷ്യസ് മൈൻഡിനോട് പറയും ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റില്ല, അതങ്ങ് പോസ്റ്റ്പോൺ ചെയ്തേക്ക്, ഇത്രയും നാൾ ഇതൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ, ഇനി അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവണമെന്നുള്ളൂ. നമ്മുടെ തോട്ട്സ് എത്രമാത്രം പവർഫുൾ ആണെന്ന് അറിഞ്ഞ് നമ്മളുടെ തോട്ട്സാണ് നമ്മളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ തോട്ട്സിനെ നല്ലോണം കൺട്രോൾ ചെയ്താൽ മാത്രമേ ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഇത് നല്ലതും മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ പണ്ട് മുതലേ നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇനിയും ലേറ്റ് ആയിട്ടില്ല, അത് അൺലേൺ ചെയ്തിട്ട് പോസിറ്റീവ് തോട്ട്സ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യും. പക്ഷേ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യാനും റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഐഡിയൽസൊക്കെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്നിട്ട് നെഗറ്റീവ് തോട്ട്സൊക്കെ മാറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം ഇത്രയും നാളത്തെ നിങ്ങളുടെ ഒരു ശീലം ഒറ്റയടിക്ക് മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്. ഇത്രയും നേരം നമ്മൾ എങ്ങനെ പോസിറ്റീവ് ആസ്പെക്റ്റിലേക്ക് വരാം, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് എടുത്ത് കളഞ്ഞതിന് മാത്രം ഇത് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് പേരുണ്ടാവും, അതായത് ഞങ്ങൾ ഇത്രയും നാളും നെഗറ്റീവായിട്ട് മാത്രമല്ല ചിന്തിച്ചേ, ഇനി ഇത് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എന്ത് ലൈഫിൽ കിട്ടാനാ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരോട് ഇത്രയും നാൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു നോക്കി, എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നോ? ഇല്ലല്ലോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ല. അപ്പോൾ ഇനി പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലും നല്ല കാര്യം ലൈഫിൽ നടന്നാലോ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരവസ്ഥ. അപ്പോൾ മോശം കാര്യമൊന്നുമല്ലല്ലോ, കുറച്ച് നല്ല തോട്ട്സൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല തോട്ട്സൊക്കെ വന്ന് നല്ലൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ലൈഫിനെ കണ്ട് കുറച്ച് നല്ല തീരുമാനങ്ങളെടുത്താൽ നല്ലതായിരിക്കില്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് റിയലിസ്റ്റിക് ആയിട്ട് ഗുഡ് തോട്ട്സ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കാരണം കുറേ തിയറി കൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ലല്ലോ, നമുക്കത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടി നോക്കണ്ടേ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നത്? ആവശ്യമുള്ള കാര്യത്തിനാണോ ആവശ്യമില്ലാത്ത കാര്യത്തിനാണോ? എന്ത് ചെയ്താൽ അതൊരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും? തിങ്ക് അബൌട്ട് ദാറ്റ്. അല്ലെങ്കിൽ ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് യു ആർ സ്റ്റക്ക് ഇൻ ലൈഫ്, നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും ഇസ് മൂവിങ് ഓൺ, ഇറ്റ് ഈസ് നോർമൽ ടു ഫീൽ സാഡ്. നമ്മൾ മനുഷ്യന്മാരാണ്, നേരത്തെ പറഞ്ഞ പോലെ. സോ പക്ഷേ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ
അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്നും പോകുള്ളൂ എന്ന് വിചാരിച്ചിരിക്കാതെ തിങ്ക് അബൌട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഐ വിൽ ഫിഗർ ഔട്ട് വാട്ട് ടു ഡു. ഐ ഹാവ് ഹോപ്പ്. ഐ വിൽ ക്രിയേറ്റ് എ ഗ്രേറ്റ് ലൈഫ് ഫോർ മൈ സെൽഫ്. ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ഈസ് മെൻ്റലി പ്രാക്ടീസിങ് ഗുഡ് തോട്ട്സും അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുന്നത് റിയാലിറ്റിയുമാണ്. സെക്കൻഡ് പോയിന്റ്, ഒബ്സർവ് ദ പീപ്പിൾ ദാറ്റ് യു ആർ സറൗണ്ടഡ് വിത്ത്. നിങ്ങളുടെ ലൈഫിൽ എന്നും ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെയും അത് എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ആദ്യം ഓപ്പണായിട്ട് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, ദാറ്റ് സ്റ്റോപ്പ് ബീയിങ് സോ നെഗറ്റീവ് എന്നൊക്കെ. പക്ഷെ നിങ്ങൾ എത്ര റിപ്പീറ്റ് ചെയ്തിട്ടും ഇഫ് ദാറ്റ്സ് നോട്ട് വർക്കിംഗ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് എനർജി ഇൻ സച്ച് പേഴ്സൺ. കാരണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരാളും വരില്ല. അപ്പോൾ ട്രൈ ടു കീപ് എ ഡിസ്റ്റൻസ് ഫ്രം ദം. പക്ഷേ ഇഫ് നിങ്ങൾ പറഞ്ഞ ആ ഒരു ആൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തുന്നുണ്ട് ബിഹേവിയറിലെങ്കിൽ ട്രൈ ടു ഹെൽപ്പ് ദം, ഡോണ്ട് ലീവ് ദം. ഓക്കെ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ തന്നെ ഉണ്ടാവുക. ഓക്കെ. തേർഡ് പോയിന്റ്, the content you are consuming, that is the books you are reading, the news and the movies you are watching, especially കുറേ murder, psycho thriller, investigation അങ്ങനത്തെ കൈൻഡ് ഓഫ് മൂവീസ് ആൻഡ് സീരീസ് ഒക്കെ ബിഞ്ച് വാച്ച് ചെയ്യുന്നവർ ഒത്തിരി ഇത് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്കൊരു ഡിസ്റ്റർബ്ഡ് ഫീലിംഗ് വരും. എനിക്കങ്ങനെയാണ്. ഞാൻ ഒത്തിരി ഇതൊക്കെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടൊന്ന് കണ്ടുവരുമ്പോഴേക്കും ഒരു ഡിസ്റ്റർബ്, ഒരു നെഗറ്റീവ് എനർജി എനിക്ക് വരാറുണ്ട്. സോ നമ്മൾ ഒന്ന് അവെയർ ആയിരിക്കുക, ഇതൊന്നും കാണരുത് കേൾക്കരുതെന്നൊന്നും ആരോടും പറയുന്നൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുക, എത്ര ടൈം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ എത്രയൊക്കെ നിങ്ങൾ ഒരു അസുരൻ പുതുപ്പേട്ട അല്ലെങ്കിൽ ഒരു ലോകേഷ് കനകരാജ് സിനിമകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ കുറച്ചധികം ഫീൽ ഗുഡ് മൂവീസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇഫ് നിങ്ങൾ വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ, എല്ലാ കൈൻഡ് ഓഫ് ജോണറും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഒരു കൈൻഡ് ഓഫ് ന്യൂസും ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ നെഗറ്റീവ് മാത്രം കാണുന്നവരും ഉണ്ടാവും. അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഒരു ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് മൂവീസ് അല്ലെങ്കിൽ ബുക്സ് ഒക്കെ വായിക്കാനും ഒക്കെ ശ്രമിക്കും. ഓക്കെ. ഫോർത്ത് പോയിന്റ് ഓർ ആക്ടിവിറ്റീസ് ദാറ്റ്, ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുന്ന പേജസ്, ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ എന്താണെന്ന് നോക്കുക. അവരെന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്, ഒരു നെഗറ്റീവ് ഒരു സംഭവമാണ്, പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് തരുന്നത് നോക്കുക. ഈവൻ നിങ്ങളെ വാൾപേപ്പർ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഡാർക്ക് എലമെൻ്റൊക്കെയുള്ള സംഭവങ്ങളാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾക്കൊരു ബാഡ് ഒരു ഇൻഫ്ലുവൻസ് ആണ് തരുന്നത്. വിച്ച് ഇസ് നമ്മളുടെ ഒരു തോട്ട് വിൽ ബി ഗ്രാജുവലി ലൈക്ക് ദാറ്റ്. കാരണം എന്നും നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മളുടെ ഒരു കൂടെയുള്ളൊരു സംഭവം നമ്മുടെ ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ കയ്യിൽ, നമ്മുടെ ഒരു ലൈഫിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വാൾപേപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഗോളോ വിഷനോ അല്ലെങ്കിൽ ഒരു ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമാണ്, ഒരു തീമിലുള്ള കാര്യങ്ങളാണ് വാൾപേപ്പർ ആക്കുന്നതെങ്കിൽ പോലും you will feel good and you will be feeling positive rather than being negative. So try that. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ഐഡിയലിസം കൊണ്ട് മാത്രം ഇരിക്കുക എന്നുള്ളതല്ലല്ലോ. റിയാലിറ്റിയിൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഇതെങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇനിയൊരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. അതും കൂടി ചെയ്തു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്കൊരു ബെറ്റർ ഫീലിംഗ് വന്നു തുടങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ പോസിറ്റീവ് തോട്ട്സ്, അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് വേണമെന്ന് വെച്ച് വോളണ്ടിയർലി ഇൻറ്റൻഷനലി കുറച്ച് പോസിറ്റീവ് തോട്ട്സ് ആലോചിക്കാം. അതിപ്പോൾ അന്ന് നടന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം, ഇല്ല അന്നൊരു മോശം കാര്യമാണ് നടന്നെങ്കിൽ അതെങ്ങനെ ബെറ്റർ ആക്കാം എന്നെങ്കിലും ആലോചിക്കാം. ഓക്കെ. നിങ്ങൾ ഈ പോസിറ്റീവ് അഫർമേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ പറ്റുമെങ്കിൽ അതൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. എഴുതി വെക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണെങ്കിലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി 10 മിനിറ്റ് മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്ത് ഇതും കൂടി ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു ബെറ്റർ ഫീലിംഗ് ഗ്രാജുവലി വന്നു തുടങ്ങും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പെട്ടെന്ന് നടക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ ടോപ്പിക് ഇവിടെ തീരുന്നില്ല. ഇത് തന്നെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി കൈൻഡ് ഓഫ് വീഡിയോ ആണ്. So I'll try to make other videos related to this, including my experiences, others' experiences. പിന്നെ എന്തെങ്കിലും ബുക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും I'll try to make videos. So I hope you enjoyed this video. So I'll see you in my next video. So bye.